എന്താണ് ഫിലിമിന്റെ അവരുടെ ഒരു ടേക്ക് എന്താണെന്നുള്ളത് അവര് സംസാരിക്കും. പ്ലീസ് വെൽക്കം മീന മേഡം. ഹലോ എവ്രിവൺ. സോറി ഫോർ ബീങ് ലേറ്റ്. എനിക്കൊരു ചെറിയ അവിടെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് വരാൻ കുറച്ച് സമയമായി. സോ സോറി ടു കീപ് യു ഓൾ വെയിറ്റിംഗ്. അനന്തപുരം ഡയറീസിൽ എൻ്റെ ക്യാരക്ടർ പറയുന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ച ഒരു കോളേജ് സ്റ്റുഡൻറ്റ് ക്യാരക്ടർ ഇത്ര കാലത്തിന് ശേഷം എനിക്ക് ഇപ്പോൾ ലഭിച്ചു. സോ ഐ എം സോ എക്സൈറ്റഡ് അബൌട്ട് ദാറ്റ്. ബട്ട് അതിനേക്കാളും ഓൺ ദ സീരിയസ് നോട്ട്, it's a very inspirational character എന്ന് ഞാൻ പറയും. It's got a lot of social issues ഒക്കെ കുറേ ഉണ്ട്. പിന്നെ പേഴ്സണലായിട്ട് ഒരു വിമൻ എപ്പോൾ വേണമെങ്കിലും നമുക്ക് തിരിച്ച് എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചാൽ അത് ചെയ്യാൻ പറ്റും എന്ന ഒരു ക്വൈറ്റ് ഇൻസ്പയറിങ് ക്യാരക്ടറാണത്. ബിക്കോസ് ഈ സിനിമ സ്റ്റാർട്ട് ആയ ശേഷം എനിക്ക് കുറേ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനത്തെ ആൾക്കാർ ചില പേര് ചെയ്യണം വിചാരിച്ച് പിന്നെ അവരുടെ ആഫ്റ്റർ ദ മാരേജ് ദെയർ ലൈഫ് അങ്ങനെ ഒരു വേറൊരു it goes off to a different side and അവർക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അവരുടെ ഫാമിലി ലൈഫിൽ നിന്ന് അവർക്ക് തിരിച്ചു വരാൻ പറ്റാതെ അവരുടെ ഡ്രീംസ് അവർക്ക് എന്താണ് അവരുടെ കുറേ ആഗ്രഹങ്ങൾ ചെയ്യാൻ പറ്റാതെ they go off to a different side and different league and they can't come back, they can't do what they want. പക്ഷേ ഈ ക്യാരക്ടർ ചെയ്യുമ്പോൾ എനിക്ക് നമുക്ക് വേണമെങ്കിൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റും. നമുക്ക് നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലുണ്ട്. സോ നമ്മളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. സോ ഇറ്റ്സ് വെരി ഇൻസ്പയറിങ് ആൻഡ് വെരി സ്ട്രോങ് ക്യാരക്ടർ. ഒരു വക്കീലായിട്ട് ആദ്യമായിട്ട് ഞാൻ ഈ സിനിമയിൽ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ, ഇറ്റ്സ് വെരി സ്ട്രോങ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് എ സ്ട്രോങ് ക്യാരക്ടർ. ഞാൻ ഇതുവരെ മലയാളത്തിൽ ചെയ്ത കുറേ സിനിമയിൽ ചെയ്ത ക്യാരക്ടറിനേക്കാളും ഇത് വളരെ കോൺട്രാസ്റ്റ് ആയ ഒരു ക്യാരക്ടറാണ്. ദൃശ്യം ആൻഡ് ബ്രോ ഡാഡി നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതിലെല്ലാം വളരെ ഒരു പേടിച്ച് റാണിയായിട്ട് വന്ന ഒരു ക്യാരക്ടറും അല്ലെങ്കിൽ ബ്രോ ഡാഡി ഇറ്റ്സ് ലൈക്ക് വെരി കോമഡി, ഫുൾ ഓഫ് ഹ്യൂമർ ആൻഡ് ലാഫ്. അങ്ങനത്തെ ഒരു ക്യാരക്ടർ കണ്ടിട്ട് this would be a complete contrast character. ഇതിൽ പക്ഷേ എല്ലാം ഉണ്ട്. I'm not saying it's completely very serious എന്ന് പറയാൻ പറ്റില്ല, but it's got everything. It's got sentiments, it's got campus romance and friendships and humor. എല്ലാം കോളേജ് ഇപ്പോൾ വയനാട്ടിൽ കോളേജിൽ ഞങ്ങൾ ഷൂട്ടിംഗ് ചെയ്തിരുന്നു. ആ കോളേജിൽ തന്നെ when you go to that college it gave a very good vibe, കോളേജിൻ്റെ വൈബും അതിൻ്റെ I always wanted to go to a college. ഞാൻ ശരിക്കും കോളേജ് കണ്ടിട്ടില്ല, പോയിട്ടില്ല. ഇല്ല, സ്കൂളിൽ തന്നെ I couldn't complete. So അതുകൊണ്ട് കോളേജൊക്കെ I never been to college. So this was a very, very beautiful experience for me personally also. And going to the classrooms, the corridors, the cafeteria, it was so nice. And the school days of Orma Vanno, it was quite nostalgic for me. And very beautiful working experience as well as beautiful character. So I really enjoyed doing Ananthapuram Diaries, and March 1 release ആവുന്നുണ്ട്. So and personally after a long time എനിക്കൊരു theatrical release, because Drishyam 2 or Bro Daddy എല്ലാം OTT-ലാണ് റിലീസ് ആയത്. After I think മുന്തിരി വള്ളികൾ ആ സിനിമ ആണ് ആ ലാസ്റ്റ് ആയിട്ട് വന്ന ഒരു തിയേറ്ററിക്കൽ റിലീസ്. ഐ തിങ്ക് ദാറ്റ്സ് ദ ലാസ്റ്റ് തിയേറ്ററിക്കൽ റിലീസ്. അതിൻ്റെ ശേഷം ആഫ്റ്റർ എ വെരി ലോങ് ടൈം ഒരു തിയേറ്ററിക്കൽ റിലീസ് വരുന്നുണ്ട് എൻ്റെ സിനിമ. സോ ഐ എം വെരി എക്സൈറ്റഡ് അബൌട്ട് ദിസ്. ആൻഡ് എല്ലാവർക്കും ഇത് ഡെഫിനറ്റ്ലി ഇത് വളരെ നല്ലൊരു സിനിമയായിട്ട് വരും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഉറപ്പുണ്ട്. And thank you for being here, and thank you for supporting us, and I need your support forever. Thank you. Thank you. ഇതിനോടൊപ്പം ഒന്ന് ആഡ് ചെയ്യാനുണ്ട്. നമ്മുടെ മീന മാഡം അഭിനയ ജീവിതത്തിൽ വന്നതിന് ശേഷം 40-ാമത്തെ വർഷമാണ്. 40-ാമത്തെ വർഷത്തിൽ നമ്മുടെ മലയാള സിനിമയ്ക്ക് അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു ഉപകാരമാണ് ഈ ആനന്ദപുരം ഡയറീസ്. ഇതിൽ നാളിതുവരെ അവർ ചെയ്തിട്ടില്ലാത്ത റോൾസ്, അതായത് കോളേജ് വിദ്യാർത്ഥിയായിട്ടും അഡ്വക്കേറ്റ് ആയിട്ടും അവർ ഇതിൽ അഭിനയിക്കുന്നുണ്ട്.
മറ്റ് സിനിമകളിൽ നിന്നും ഈ സിനിമയ്ക്ക് മീന മേഡത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നായകന്റെ കീഴിൽ വരുന്ന നായികയായിട്ടാണിരുന്നു, അല്ലെങ്കിൽ അതോടൊപ്പം നിൽക്കുന്ന നായികയായിട്ടായിരുന്നു നമ്മൾ ഇതുവരെ എല്ലാവർക്കും അറിയാം. നമ്മുടെ റോജാക്കൂട്ടം, പാർത്ഥിവൻ കനവ്, അത്തരം സിനിമകളിലൂടെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഇത് ഒരു ഈ ആനന്ദപുരം ഡയറീസിൽ സാറ് ചെയ്യുന്നത് ഒരു പെക്യുലിയർ വേഷമാണ്, ഒരു മെന്റർ ആയിട്ടാണ്, ഒരു ഗസ്റ്റ് ലെക്ചറർ ആയിട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു റോളിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ തെന്നിന്ത്യയിലുള്ള നടന്മാരെ പറ്റി ചിന്തിക്കുമ്പോൾ ഏറ്റവും സ്യൂട്ട് എന്ന് പറയുന്നത് ശ്രീകാന്ത് സാറാണെന്ന് നമുക്ക് പെട്ടെന്ന് തോന്നി. അത് ശശികുമാർ സാറ് സജസ്റ്റ് പറഞ്ഞു, സാറ് പറഞ്ഞു ഇത് ശ്രീകാന്ത് സാറിനോടൊന്ന് സംസാരിച്ച് നോക്കാന്ന് പറഞ്ഞു. ശ്രീകാന്ത് സാറിനോട് സംസാരിച്ചു. ശ്രീകാന്ത് സാറ് സ്റ്റോറി കേട്ടു. ശ്രീകാന്ത് സാറ് ഉടൻ തന്നെ സമ്മതിക്കുകയും ചെയ്തു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നന്നായിട്ട് ആ റോള് കൈകാര്യം ചെയ്യുകയും ചെയ്തു. പ്ലീസ് വെൽക്കം ശ്രീകാന്ത് സാർ. தேங்க்யூ சார், தேங்க்யூ ஸோ மச். அதாவது மீனா மேடமோட இவ்வளோ நேரம் பேசினதெல்லாம் கேட்டிருந்தீங்கன்னா ஷான் ரஹ்மான் அவரோட மியூசிக் மாதிரியே இருந்திருக்கும். மெலோடியஸாக, சச் அ அமேசிங் வாய்ஸ் ஷி ஹேஸ். அதாவது 40 இயர்ஸ் கம்ப்ளீட் பண்ணியிருக்காங்கன்னு பார்க்கும்போது வா, இட்ஸ் அ கிரேட் அச்சீவ்மெண்ட். ஒன்ஸ் அகெயின் we all like to wholeheartedly congratulate you, and you are a wonderful treasure for this industry, and please continue the same thing, and it's an honor actually working with you. நான் எப்பயுமே அவங்கள ஷூட்டிங் ஸ்பாட்டில் சீனியர்னு கலாய்ப்பேன். wonderful talent, and see when you work with talented people you feel so nice. And college, yeah, thank you so much sir. எங்களை மாதிரி டீனேஜர்ஸ் எல்லாம் வச்சு ஆனால் இடையில கெஸ்ட் லெக்சரர் நினச்ச போதும் ரொம்ப கஷ்டமாக இருந்துச்சு. நெக்ஸ்ட் டைம் காலேஜ் ஸ்டூடெண்ட்லாம் ட்ரை பண்ணுங்கள். மீசை தாடிலாம் எடுத்துகிட்டு ஓடி வந்துடுறோம் நாங்கள்லாம். நாங்கள் மீனா மேடம் எல்லாரும் ஓடி வந்துடுறோம். யா, ஐ லைக் தட். சி, காமன் மேனோட ஒரே ட்ரீம் என்ன அப்படின்னா நியாயம் கிடைக்கணுன்றதுக்காக தான். எல்லாரும் வந்து எதிர்பார்க்கறது தட் law prevails and truth prevails and justice is delivered to the common man. So இதுதான் பெரிய நம்பிக்கை. And we all hope that it always happens. The law is a very powerful aspect. So அதுக்கு வந்து எந்த விதமான வேறுபாடு இருக்காதுன்றது தான் ஒரு நம்பிக்கை. ஸோ இதை சுற்றி தான் இந்த படம். And what is the responsibility of a common man, and what are the things which can be done towards law. பட் அதுக்காக இதை வந்து எல்லாரும் ஒரு கேம்பஸ் நினைக்க வேண்டாம். பிகாஸ் there are lot of other aspects. There are wonderful talent here, and there's love, there is so much of drama, there are human emotions நிறையா இருக்கு, and the music plays a vital aspect in this. சார் சொன்னார் இதெல்லாம் ப்ரோக்ராம் முடிஞ்ச பிறகு 2-3 ஸ்டெப்ஸ்லாம் இருக்கும். நல்ல வேலை யாராவது டாக்டர்ஸ் இருந்தாங்கன்னா சர்ஜரி அப்படின்னா 2-3 சர்ஜரி கூட பண்ணி காமிச்சிருப்பாரு நீங்கள். அதாவது நீல் சார் வந்து சசி சார் வந்து இது அவரோட கதை. இட்ஸ் ஹிஸ் ட்ரீம் ஸ்கிரிப்ட், அண்ட் ஐ அப்ரிஷியேட் த ஃபேக்ட் தட் ஹி வாண்டட் டு டூ சம்திங் டு த சொசைட்டி, கிவ் இட் பேக் டு த சொசைட்டி ஆஸ் எ ரெஸ்பான்சிபிள் பர்சன். அண்ட் த்ரூ சினிமா, ஏன்னா சினிமாவோட இம்பார்ட்டன்ஸ் அவர் புரிஞ்சுக்கிட்டது இது மூலிமா பண்ணணும்னு நினச்சாரு. அண்ட் ஜெய சார், ராஜ் சார் வந்து டைரக்டர் வந்து ரொம்ப அழகாக அதை வந்து திரைக்கதையாக்கி இது கொடுத்துருக்காரு. அண்ட் ஃபார் மீ இட் வாஸ் மோர் லைக் கோயிங் டு ஷூட் அண்ட் வாட்சிங் ஒரு பிக்னிக் மாதிரி. அதுக்காக என்ன ஷூட்டிங் பண்ணலாம்னு நினைக்காதீங்க. ஷூட்டிங் அண்ட் ஆல் we did very nicely. The aspect is there were so many artists and all these young talented ones, everybody were so energetic and it used to be so lively. அவங்களுக்குள்ள அந்த பாண்டிங் இதெல்லாம் பார்க்கும்போது it motivates you, and I really respect the aspect that Malayalam films deliver such quality content. See, சில நேரம் இந்த சினிமாவில் வந்து ஒரு சேச்சுரேஷன் பாயிண்ட் இருக்கு. இந்த இடத்துல ஒரு ஃபைட் இருக்கணும், இந்த இடத்துல ஒரு சாங் இருக்கணும், இந்த இடத்துல ஒரு டபுள் மீனிங், இந்த இடத்துல குத்துப்பாட்டு, இன்னும் அது சம்டைம்ஸ் கிளீஷியாக ஃபீல் ஆகுது. இதெல்லாம் தாண்டி கண்டென்ட் ட்ரிவன் ஸ்கிரிப்ட்ஸ் பார்க்கும்போது யூ ஸ்டார்ட் ரெஸ்பெக்டிங் த கிராஃப்ட் மோர். And I see that aspect of content-driven scripts coming out from Malayalam, and it's so nice to be part of this wonderful industry. And this year I had the opportunity to have my first release. Actually, 2024, the first release is going to be with
Anandapuram Diaries. And that is thanks to this wonderful team. Thanks a lot, sir. எங்களை பொறுத்த வரைக்கும் அன்னதாதா சுகி பவா, எங்களுக்கு சோறு போட்டது நீங்கள் தான். ஸோ இந்த அதாவது ஒரு ஒரு என்ன சொல்ற ஒரு பயணத்தை தொடங்கி வச்சுருக்கீங்க. ஸோ தட் gives us a lot of motivation. And most importantly, இங்கேயோ யூகேல இருந்துக்கிட்டு ஜாலியாக பவுண்ட்ஸில் சம்பாதிச்சுக்கிட்டு திருப்பி எங்கேயோ போய் நிலத்தை வாங்கிட்டு போல்காட்டி சைட்டில் அதெல்லாம் இல்லாமல் சசி சார் வந்து டிசைடட் டு இன்வெஸ்ட் இன் மூவிஸ். அண்ட் அதில் வந்து ரன் ஆஃப் மில் ஸ்கிரிப்ட்ஸ் இல்லாமல் கண்டென்ட் ட்ரிவன் ஸ்கிரிப்ட்ஸ் எடுத்து கொடுக்கணும் ஆடியன்ஸுக்கு ஒரு தாட் ப்ராசஸ் இஸ் டு பி அப்ரிஷியேட்டட். தட்ஸ் வை ஐ சே makes it very nice. And the amount of effort as a producer is put, he's not compromised anywhere, spent a lot, locations are fabulous, visual treat. Inga cinematographer Mr. Sajid has done amazing job. Adhaadu director enna nadicharo and the visuals. There is a beautiful song between Meena madam and myself and Roshan. Our song is like visual treat. Adhe martha, see there is a lot of competition. Like if you see Abhishek and Shika, Devika and my friend Nikhil, all their song has got a bearish kind of shade. So there is a lot of contrast between these songs and those songs. I'm glad that it has got all the ingredients necessary. It's a colorful film, entertaining, there are multi-stars in this. So a wholesome treat is going to be there for you. நீங்கள் எல்லாரும் தயவுசெய்து திரையில் போய் பாருங்கள், என்கரேஜ் பண்ணுங்கள். அண்ட் கூடிய சீக்கிரம் எல்லாரும் சேர்ந்து எனக்கு மலையாளம் சொல்லிக் கொடுங்க. மலையாளி எல்லாம் தமிழ் பேசுகிறாங்க, தமிழ்காரங்க மலையாளம் கற்றுக்கணும். ஸோ அதுக்கு நீங்கள் புள்ளியார சொல்லி போட்டு சொல்லிக் கொடுங்க. மேடம் வந்து நீங்கள் ஷுகர் சொல்கிறீங்க, மேடம் சுகர்ன்றாங்க. ஸோ தேங்க்யூ ஸோ மச் ஒன்ஸ் அகெயின். அண்ட் 2024, let us start with success. It's nice to be important, but it's more important to be nice. So let us all be nice and let us all be happy always. Thank you so much and pleasure interacting with you all. എൻ്റെ മലയാളം പാതി മലയാളം തമിഴായി മാറിയ ഒരു അവസ്ഥയാണ് എനിക്ക് ആക്ച്വലി ഉള്ളത്. സോ ഇപ്പോൾ ഈ മൂവിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളതും ലൈക്ക് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു ഇൻ ഡീറ്റെയിൽ ആയിട്ട്. സോ എന്നെ പോലുള്ള ഒരു ലൈക്ക് പുതിയൊരു ആർട്ടിസ്റ്റിനെ ഒരു ക്യാരക്ടർ ചൂസ് ചെയ്യുമ്പോൾ ഒരു മൂവിയിൽ ഒരു ക്യാരക്ടർ നമ്മൾ ആ ക്യാരക്ടറിനെ റീപ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ ആ ക്യാരക്ടർ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മൂവിനെ എഫക്റ്റ് ആവുന്നില്ല എന്നുള്ളൊരു ക്യാരക്ടർ ആണെങ്കിൽ ലൈക്ക് മീൻ ദാറ്റ് ആ ക്യാരക്ടർ ആ മൂവിയിൽ ആവശ്യമുണ്ടോ. സോ ഒരു മൂവിയിൽ നമ്മൾ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ആ മൂവിയിൽ വരുന്നു എന്നുള്ളത്, ആ മൂവിയുടെ നമ്മൾ ആ ക്യാരക്ടർ ആ മൂവിന്ന് ഇല്ലെങ്കിൽ ആ മൂവി വിൽ ഗെറ്റ് എഫക്ട്. അങ്ങനെ ഒരു ക്യാരക്ടർ ആയിരിക്കണം ലൈക്ക് എനിക്ക് ചെയ്യണം ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും സീനിയർ ആർട്ടിസ്റ്റ് ലൈക്ക് മീന മാം, യങ്സ്റ്റർ ആയിട്ടുള്ള സോ ഇവരെല്ലാവരും ലൈക്ക് സൂപ്പർ യങ്സ്റ്റർ സോ ഇതിൻ്റെ എല്ലാവരുടെ കൂടെയും ലൈക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയതും എല്ലാത്തിനും ഭയങ്കര ഒരു ഭാഗ്യമാണ്. സോ ഇതിനെല്ലാത്തിനും ലൈക്ക് ചാൻസ് ആണ് നമ്മുടെ ജോസർ, പിന്നെ സെസാർ ആക്ച്വലി. സോ എന്നെ പോലുള്ള ആർട്ടിസ്റ്റ് ആക്ച്വലി എനിക്ക് പേഴ്സണലി ഉള്ള ഹോബി എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ പോയി മൂവി കാണും. ഇവൻ ഞാൻ കൂടുതലും ഒറ്റയ്ക്ക് പോയിട്ടാണ് ഞാൻ തിയേറ്ററിൽ മൂവി കാണുക. അപ്പോൾ ഓരോ പ്രാവശ്യം മൂവി കാണുമ്പോൾ ഇങ്ങനെ തിയേറ്ററിൽ ഇരുന്നിട്ട് ഇങ്ങനെ ലൈക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇമാജിൻ ചെയ്യും. ഓക്കെ ഇപ്പോൾ ഒരു നല്ലൊരു സിനിമ നോക്കി ഈ ക്യാരക്ടർ ഞാൻ ചെയ്ത് എങ്ങനെയായിരിക്കും, അവിടെ തിയേറ്ററിൽ ഇരുന്നിട്ട് നമ്മളിങ്ങനെ ഓക്കെ ഈ സ്ക്രീനിൽ ഇങ്ങനെ വരും അങ്ങനെ. സോ അങ്ങനെയുള്ള സമയത്ത് ഇപ്പം നമ്മൾ ചെറുപ്പം തൊട്ട് കാണാൻ പോയി തിയേറ്ററിൽ ഇപ്പോൾ കുറേ ആർട്ടിസ്റ്റിൻ്റെ ഫോട്ടോസ് ലൈക്ക് പോസ്റ്റേഴ്സ് ഒക്കെ കാണുന്നു. സോ സെയിം സമയത്ത് നമ്മുടെ മൂവി റിലീസാകാൻ പോകുന്നു, അതേ സ്ക്രീനിൽ പോസ്റ്റേഴ്സ് നമ്മുടെ വരുന്നു. സോ ഇതൊക്കെ ആക്ച്വലി എന്നെപ്പോലുള്ള ഒരു ആർട്ടിസ്റ്റിന് ആക്ച്വലി ഭയങ്കര കുറേ ആക്ച്വലി പറയുന്നത് എന്നാലും സോ ഒരു കൈൻഡ് ഓഫ് എ ഡ്രീം ആൻഡ് ഹാപ്പിനെസ് ലൈക്ക് ട്രൈ ഹാർഡ് അൺടിൽ യു റീച്ച് യുവർ ഡെസ്റ്റിനേഷൻ. ലൈക്ക് എങ്ങനെയാണ് ഞാൻ എങ്ങനെ കീപ് ട്രൈങ് ആൻഡ് ട്രൈങ് ആൻഡ് ട്രൈങ്. സോ ഐ എം സോ ബ്ലെസ്ഡ് ആൻഡ് ഹാപ്പി ടു വർക്ക് വിത്ത് ദിസ് മൂവി. അറ്റ് ദ സെയിം ടൈം ദൈവത്തിന് നന്ദി പറയുന്നു ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന എല്ലാവർക്കും. സോ എന്തായാലും March 1 ഈ മൂവി റിലീസ് ആവുന്നത് ലൈക്ക് നമ്മൾ കാണുന്ന എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓരോ ഒരു കാര്യം ഈ മൂവിലുണ്ടാവും. ലൈക്ക് ഇപ്പം നമ്മുടെ
ഡേ ടു ഡേ ലൈഫിലുള്ള ഓരോ ക്യാരക്ടർ നമുക്ക് ഈ മൂവിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് നമ്മൾ മേക്ക് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സോ യാ, എല്ലാവരും മൂവി പോയി കാണണമെന്നും അഭിപ്രായങ്ങൾ പറയണമെന്നും താങ്ക് യു. ഇവിടുത്തെ ഒരു 90 പേർക്കും സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹം കാണും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന നമുക്ക് ഒരുപാട് നമ്മുടെ രീതിയിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണ്ടേ? അപ്പൊ നമുക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. അത് മാക്സിമം നന്നായിട്ട് ഞങ്ങൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങൾ കണ്ടാൽ മാത്രമേ ഞങ്ങൾ എത്രമാത്രം അല്ലേ ഞങ്ങളുടെ സ്വപ്നം ഒരു സാഫല്യത്തിലേക്ക് എത്തുകയുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് അല്ലെ. 10 വർഷമായി റേഡിയോ ലൈഫ് സ്റ്റാർട്ട് ചെയ്തിട്ട് RJ ആയി. ആ തരത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു നെക്സ്റ്റ് ലെവൽ എന്നുള്ള തരത്തിലുള്ള ഒരു ശ്രമമാണ് സിനിമ. ഇതിന്റെ 2ാമത്തെ സിനിമയാണ്. തിയേറ്ററിൽ റിലീസാകുന്ന ആദ്യത്തെ ചിത്രമാണ്. 2024 സിനിമകളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല വർഷമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. കാരണം കുറെ നല്ല സിനിമകൾ അല്ലേ. അപ്പൊ അക്കൂട്ടത്തിൽ ഞങ്ങളുടെ ഒരു സിനിമ കൂടി ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും മാർച്ച് 1 തിയേറ്ററിലെത്തി സിനിമ കാണണം. ഇപ്പോൾ ഈ സിനിമയുടെ ഭാഗമായപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എല്ലാവർക്കും ഒരു ഈക്വൽ ട്രീറ്റ്മെന്റ് ആണ്. അതായത് നീ വലുത് ഞാൻ ചെറുത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവമേ ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഒരുപോലെ ആയിരുന്നു. നല്ലൊരു അനുഭവമായിരുന്നു ഈ സിനിമയുടെ സെറ്റ്. ഇനിയും ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഇനി ഒരുപാട് സിനിമകൾ ചെയ്യാനുള്ള ആഗ്രഹമാണ് മനസ്സിൽ. കാരണം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു പൊളി സംഭവമാണെന്ന് ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നിപ്പോയി. ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. നമ്മളൊരു സീനിലിരിക്കുന്ന സമയത്താണെങ്കിലും നമ്മളടുത്ത് ചോദിക്കുന്നുണ്ട്, അതെ മൂക്ക് ഡയലോഗ് ഉണ്ടോ, ഡയലോഗൊക്കെ ഉണ്ടോ? അപ്പൊ എനിക്ക് എനിക്ക് ഡയലോഗ് ഉണ്ട് എന്നെനിക്ക് പറയാൻ എനിക്ക് വിഷമം തോന്നി. കാരണം എത്രയോ സിനിമ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ്, അവരുടെ ഒരു 16ാമത്തെ സിനിമയാണ്, അവർക്ക് ഡയലോഗ് ഇല്ല. 2ാമത്തെ സിനിമയിൽ 2ാമത്തെ സിനിമയിൽ നമുക്ക് ഡയലോഗ് ഉണ്ട്. അപ്പൊ അടുത്തിരിക്കുന്ന ചേട്ടൻ ഞാൻ ഡയലോഗ് ഉണ്ടെന്ന് പറഞ്ഞ വിഷമോ, മനസ്സിലായില്ലേ? അത്രയും സിനിമ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. സാറ് പറഞ്ഞതുപോലെ 300 പേര് കോളേജ് സ്റ്റുഡൻസ് തന്നെയുണ്ട്. നമുക്കൊക്കെ എവിടെ നിന്നാണ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക? അപ്പൊ നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റി തരുന്ന ആൾക്കാര് നമ്മുടെ സിനിമയിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ സിനിമകൾ ശ്രദ്ധിക്കപ്പെടണം. എങ്കിൽ മാത്രമേ സിനിമയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഇപ്പൊ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും അവസരങ്ങൾ ഉണ്ടാകുള്ളൂ. ഇപ്പോൾ മാർച്ച് 1 എല്ലാവരും തിയേറ്ററിലെത്തി അനന്തപുരം ഡയറീസ് കാണണം. ഇതൊരു സക്സസ്ഫുൾ മൂവിയാക്കി മാറ്റണം. താങ്ക് യു. யாராவது பேச கற்றுக்கணும்னு நினச்சிங்கன்னா RJ அஞ்சலி அவங்க கிட்ட போங்க. கிளாஸஸ் எல்லாம் ஃப்ரீயாக எடுப்பாங்க. എവ്വളോ അഴകാ പേசுறாங்க പാരുங்க സാർ. അപ്പോൾ ആദ്യമേ സാറിന് വലിയൊരു നന്ദി, ഇങ്ങനൊരു ക്യാരക്ടർ ഈ സിനിമയിലേക്ക് എന്നെ വിശ്വസിച്ച് എനിക്ക് തന്നതിൽ. സത്യത്തിൽ ഇപ്പോൾ നോർമലി ഇപ്പം ഇവരൊക്കെ ഇപ്പോൾ യങ്സ്റ്റേഴ്സ് ആയ സ്ഥിതിക്ക് ഞാൻ സീനിയർ ആക്ടറായിട്ട് സംസാരിക്കാം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നോർമലി ഞാൻ ഈ ക്യാമ്പസിലെ ക്യാരക്ടറായിട്ടായിരിക്കും നിങ്ങൾ പ്രത്യേകിച്ച് വിചാരിക്കും. ഒരിക്കലും അല്ല. ഈ സിനിമയിൽ എനിക്കൊരു ഭാര്യയൊക്കെ ഉണ്ട്. അഞ്ജലിയാണ് എൻ്റെ ഭാര്യ. പിന്നെ അപ്പം അങ്ങനെ മൊത്തത്തില് ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒന്ന് സിനിമകളിൽ വലിയ എക്സ്പീരിയൻസ് ഉള്ള ഒരാളല്ല ഞാൻ. വളരെ എൻ്റെ ഒരു കംഫർട്ട് സോണിൽ മാത്രം വർക്ക് ചെയ്ത് അങ്ങനെ നിന്ന ഒരാളാണ്. അപ്പോൾ അവിടുന്ന് സിനിമയിലേക്ക് വരുമ്പം എനിക്ക് ഓൾറെഡി മെച്യൂരിറ്റി ഇല്ലാത്ത ഒരുപാട് കളിയാക്കലും കിട്ടിയിട്ടൊരു ആളാണ് ഞാൻ. അപ്പൊ തന്നെ എനിക്കൊരു തന്നെ സാർ ഞങ്ങൾ ആദ്യമായിട്ട് സാറിനെ ഞാൻ എന്താ കേട്ടോ കാരണം ചേച്ചിയായിട്ട് അഭിനയിച്ചു. അപ്പോൾ അങ്ങനെ ഒരുപാട് കളിയാക്കൽ കിട്ടിയിട്ടുള്ള ആളാണ്. അപ്പൊ എനിക്കൊരു ഭാര്യ, പിന്നെ വളരെ ഇതായിട്ട് അത് 2 അടിച്ചിട്ട് വരുന്ന ക്യാരക്ടർ, അങ്ങനെയൊക്കെയുള്ള ക്യാരക്ടർ എന്റെ കിട്ടുമ്പോൾ ഞാൻ പെട്ടെന്ന് എന്നെ വിശ്വസിച്ച് എന്താണ് സാർ എന്നിൽ കണ്ടതെന്ന് എനിക്ക് അറിയില്ലല്ലോ. പക്ഷെ കുഴപ്പമില്ലാതെ ചെയ്തതാണല്ലോ സാർ. ഓക്കെ. അപ്പൊ അത് എനിക്ക് വലിയ സന്തോഷം തോന്നി അങ്ങനെ ഒരു ക്യാരക്ടർ എടുത്ത് ഈ സിനിമയിൽ എനിക്ക് തരുമ്പോൾ. പിന്നെ ഈ സിനിമയിലുള്ള സീനിയർ ആൾക്കാർ മുതൽ ഏറ്റവും ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന അല്ലെങ്കിൽ പുതിയ ആൾക്കാരായ ഞങ്ങൾ ഉൾപ്പെടെ ഇതിൽ അഭിനയിച്ച സപ്പോർട്ടിങ് ആക്ടേഴ്സ് ആയിട്ട് വന്ന ഏതൊരു ആർട്ടിസ്റ്റും നന്നായിട്ട് ഈ പടത്തിൽ എന്തെങ്കിലും അവരുടെ ഒരു നല്ല പെർഫോമൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും മുന്നിൽ പറയേണ്ട ആൾക്കാർ 2 പേര്. ഒന്ന് ജോസാറും ഡയറക്ടർ സാറും നമ്മുടെ പ്രൊഡ്യൂസർ ശശി സാറുമാണ്. കാര്യം അത് ഞാനൊരു ഉദാഹരണ സഹിതം പറഞ്ഞുതരാം എന്തുമാത്രം കൂളായിട്ടാണ് ലൊക്കേഷനിൽ ഒരു ആർട്ടിസ്റ്റിനെ അഭിനയിപ്പിക്കുന്നത് എന്നുള്ളത്. കാര്യം ഒരു മേക്കപ്പ് അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു നമ്മുടെ ലൊക്കേഷനിൽ. അപ്പോൾ നമ്മുടെ ഒരു സീന് കോർട്ടിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മീന മാം എന്നെ ഇത് ചെയ്യുന്ന സീൻ. അപ്പോൾ ഞാൻ അതിനകത്ത് നിൽപ്പുണ്ട്. അപ്പോൾ മീന മാം നിൽക്കുന്നതിന്റെ തൊട്ട് പുറകില് ഒരു സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ഒരു ചേച്ചി നിൽപ്പുണ്ട്.
ചേച്ചി ചേട്ടനെ നിൽപ്പുണ്ട്. അപ്പോൾ ആ ചേട്ടന്റെ മുടി ഇങ്ങനെ ജസ്റ്റ് പൊങ്ങി നിൽക്കുകയാണ്. അപ്പൊ ഈ ക്ലോസ് വെക്കുമ്പോൾ സൈഡില് ആ പുള്ളിയുടെ മുടി ഇങ്ങനെ നിൽക്കുന്ന കാണാം. അപ്പൊ മോണിറ്ററിലാണ് ചെറുതായിട്ടിരിക്കുന്നത്. സാർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ പുള്ളിയുടെ മുടി ചെറുതായിട്ട് പൊങ്ങിയിരിക്കുക. നോർമലി ഒരു ഡയറക്ടറിന് അവിടെ ഇരുന്നിട്ട് അതെ ആ മേക്കപ്പിൽ ആരെങ്കിലും വന്ന പുറകിലിരിക്കുന്ന ആളുടെ മുടി ഒന്ന് ശരിയാക്കി കൊടുക്കണേ, ഇത്രയും പറഞ്ഞാൽ മതി, അവിടെ തീരും. സാർ അവിടെ നിന്ന് എണ്ണീറ്റ് 50 മീറ്റർ നടന്ന് അവിടെ ചെന്ന് അതെ മേക്കപ്പിൽ അസിസ്റ്റന്റ് ആരെങ്കിലും ഉണ്ടോ, അപ്പം സാർ ഇങ്ങനെ വിളിച്ച് മാറ്റി അപ്പുറത്ത് കൊണ്ട് നിർത്തിയിട്ട് അതെ ആ മീന മാമിന്റെ പുറകിൽ നിൽക്കുന്ന ആളിന്റെ മുടി കുറച്ച് പൊങ്ങി നിപ്പുണ്ട്, അതൊന്ന് കോതി ശരിയാക്കാവോ. അപ്പൊ അവൻ കണ്ണ് നിറഞ്ഞിട്ട് ഇപ്പൊ ശരിയാക്കാം. എന്നിട്ട് ഇവൻ നേരെ അങ്ങ് പോയി. ഇത് എന്റെ കുറെ കഴിഞ്ഞു ഇവൻ എന്റെ അടുത്ത് ടച്ച് ചെയ്യാൻ മനസ്സിലേക്ക് അണ്ണാ എനിക്കിന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസം. എന്തിട്ടാ ഞാൻ ഇതിനു മുമ്പ് ആ സിനിമയുടെ പേര് പറയുന്നില്ല, വളരെ ഹിറ്റായിട്ടുള്ള സിനിമയിൽ വർക്ക് ചെയ്തിട്ടാണ് നമ്മുടെ ലൊക്കേഷനിലേക്ക് വരുന്നത്. ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്തത് ആ സിനിമയിലായിരുന്നു. അതുകൊണ്ട് അവിടെ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും വെറുതെ നിന്നാലും ജോലി എടുത്താലും ഡയറക്ടറും മൈക്കിലൂടെ എന്നെ തെറി വിളിക്കണ്ട. ഇവിടെ വന്നപ്പോ ആ സാറ് എന്റെ അച്ഛൻ പോലും എന്റെ അടുത്ത് ഇത്ര സ്നേഹത്തിൽ സംസാരിച്ചിട്ടില്ലായിരുന്നു. അത് ഞാൻ പറയാൻ കരുതി ചെറിയൊരു തമാശയാണ്. പക്ഷെ ഇതേ ആറ്റിറ്റ്യൂഡാണ് സാർ ആർട്ടിസ്റ്റുകളും കാണിക്കുന്നത്. അപ്പൊ നമ്മളൊരു സാധനം ചെയ്തിട്ട് നമുക്ക് സാറിന് വേണ്ട സാധനം എന്താണ് സാറിന് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ നമ്മൾ ചിലപ്പോൾ സംസാരിച്ച് വരുമ്പോൾ ആ മാറ്ററിൽ നിന്ന് കൈവിട്ടു പോകും, അല്ലെങ്കിൽ മോഡുലേഷൻ ചേഞ്ച് ആവുകയോ അല്ലെങ്കിൽ ആ മൂഡ് ചേഞ്ച് ആയൊക്കെ നമ്മൾ പറയും, എക്സ്പീരിയൻസ് അല്ലാത്ത ആൾക്കാരായതുകൊണ്ട്. സാർ ഇതുപോലെ എണീറ്റ് വരും, അഖിലേ നമുക്ക് അവിടെ അങ്ങനെ പറയണ്ട ഇങ്ങനെ പറഞ്ഞ് അത് സാറിന് മൈക്കിലൂടെ പറഞ്ഞാൽ മതി. പക്ഷെ നമ്മുടെ കംഫർട്ട് ആക്കാൻ വേണ്ടിയിട്ട് മൈക്കിലൂടെ പറയുമ്പോൾ എല്ലാവരും കേട്ടില്ലേ. അപ്പൊ സ്വാഭാവികമായിട്ട് പുതിയ ആൾക്കാരെ നമുക്ക് എല്ലാവരും നിൽക്കുക അഖിൽ അങ്ങനെയല്ല കേട്ടോ അതിങ്ങനെ പറയണമെന്ന് പറയുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട് സാറ് വന്ന് അടുത്ത് നിന്ന് പറയും. അത് ഇവിടെ ഇതിൽ അഭിനയിച്ച ഓരോ പുതിയ ആർട്ടിസ്റ്റുകൾക്കും അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ പ്രൊഡ്യൂസർ സാറിനെ ആണെങ്കിലും സാറ് രാവിലെ വന്നു കഴിഞ്ഞാൽ സാറിന് ഒരു ആവശ്യമില്ല, കാരണം സീനിയർ ആയിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സ് ആ ലൊക്കേഷനിലുണ്ട് ഒക്കെ ഉണ്ട്. എന്നാലും സാറ് വന്നിട്ട് അഖിൽ കഴിച്ചോ, അഖിൽ എങ്ങനെയുണ്ട്, ഇന്നലെ താമസം എങ്ങനെയുണ്ടായിരുന്നു അഖിൽ, ഓക്കെ അല്ലേ, ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് വന്നോ അതോ ഇവിടെ ഞാൻ പറഞ്ഞു ഇന്ന് രാവിലെ എത്തി സാർ, ഓക്കെ ഇന്നിപ്പോ ഇവിടെ വന്നപ്പോൾ പോലും സാറ് നമ്മളെ കുറിച്ച് തിരക്കേണ്ട ആവശ്യമില്ല. നമ്മളെ സംബന്ധിച്ചിട്ട് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ പറന്നു വരണം, കാര്യം ഒരുപാട് സിനിമകൾ ചെയ്യുന്ന ആൾക്കാരല്ല. സാർ എങ്ങനെയാണ് എല്ലാവരോടും സംസാരിക്കുന്നത് അല്ലേ. അപ്പൊ അത് ഓൾറെഡി ഈ ലൊക്കേഷനിൽ അഭിനയിച്ച ഓരോ ആൾക്കാർക്കും അത് ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട്, എന്നെ പോലുള്ള നമ്മളിപ്പോഴുള്ള പുതിയ ആൾക്കാർക്ക്. അപ്പൊ അതിന് ഞങ്ങളെ ഇത്രയും കംഫർട്ട് സോണിൽ നിർത്തി അഭിനയിപ്പിച്ചതിന് ഇവർക്ക് വലിയൊരു താങ്ക്സ് കൊടുക്കണം. ഒപ്പം ക്രൂ മെമ്പേഴ്സ്, സജിത്തേട്ടൻ എന്റെ ആദ്യത്തെ സിനിമയിൽ പരിചയപ്പെട്ടതാണ്. സജിത്തേട്ടനെ ഒരു 8-9 വർഷമാവില്ല സജിത്തേട്ടൻ. അപ്പൊ ഈ ആദ്യത്തെ സിനിമ 8-9 വർഷമായിരുന്നു. ഇപ്പൊ എന്റെ പ്രായമൊക്കെ ഒരു മനസ്സിലാക്കും. അപ്പോ അങ്ങനെ പരിചയപ്പെട്ടാണ് സജിത്തേട്ടൻ. അപ്പൊ അങ്ങനെ ഈ ലൊക്കേഷനിൽ വരുമ്പോൾ തന്നെ പരിചയമുള്ള ഒരുപാട് പേരും, ഒരാളുടെ പേരെടുത്ത് പറയുന്നത് എല്ലാവരും ഇതിന്റെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും നമ്മൾ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ പോലെ നമ്മളെ സ്നേഹിച്ച് വർക്ക് ചെയ്താണ്. ഒപ്പം ആ ലൊക്കേഷന് വലിയൊരു ഗുണമുണ്ട്. കാര്യം വയനാടാണ്, അവിടുത്തെ അറ്റ്മോസ്ഫിയർ അങ്ങനെയാണ്. മഴയുണ്ടായിരുന്നു, കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്കൊക്കെ ഒരു പ്രശ്നവും ഇല്ലാതെ പോയത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടൊരു ലൊക്കേഷൻ ആയതുകൊണ്ടാണ് കൂടെ അഭിനയിച്ചവരും എല്ലാവരുമായിട്ട്. പിന്നെ ഏറ്റവും വലിയ എന്ന് പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ കഴിഞ്ഞതിന് ശേഷം ഞാനും സൂരജും തമ്മിൽ ഒരുപാട് TV ഷോസ് പല ചാനലുകളിൽ നിന്ന് വിളി വരികയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടും എനിക്ക് ഒരുമിച്ച് ഒരു TV ഷോ ചെയ്യാനുള്ള ഒരു ഇത് നടന്നില്ല. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത്രയും കംഫർട്ടായിട്ടും ഇഷ്ടമുള്ള ഒരു ഷോയിലേക്ക് ഞങ്ങൾക്ക് വരാൻ പറ്റില്ല. ഞങ്ങൾ ചെയ്യുമ്പോൾ ഒരു നല്ല ഷോ ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചിരുന്നുണ്ട്. പക്ഷെ ദൈവം ഞങ്ങളെ സ്ക്രീനിൽ ഒരുമിപ്പിച്ചത് ഈ സിനിമയിലാണ്. ഞാനും സൂരജും ഒരുമിച്ച് ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ്. അപ്പൊ അത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അപ്പോ മൊത്തത്തിൽ അപ്പോ ഈ March 1 അനന്തപുരം ഡയറീസ് തിയേറ്ററുകളിൽ എത്തും. അപ്പോ ഇപ്പൊ അറിയാം, നേരത്തെ ശൈത്യനും എല്ലാവരും പറഞ്ഞതുപോലെ സിനിമയ്ക്ക് പ്രേക്ഷകർ കൂടുതൽ കയറി തുടങ്ങിയ സമയമാണ്. അപ്പോ നിങ്ങളുടെയൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് അനന്തപുരം ഡയറീസും ചൂസ് ചെയ്യുക. കുറെ പേരുടെ സ്വപ്നമാണ്, കുറെ പേരുടെ ലൈഫാണ്, കുറെ പുതിയ ആൾക്കാരുടെ വരവ് കൂടിയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, തിയേറ്ററിൽ കയറി കാണുക. അഭിപ്രായങ്ങൾ എങ്ങനെയെങ്കിലും അറിയിക്കാൻ പറ്റുന്ന വഴികളുണ്ടെങ്കിൽ അതുവഴി അറിയിക്കുക. താങ്ക് യു. Thank you so much. ഡെഫിനറ്റ്ലി അങ്ങനെ പറയാൻ പറ്റും. ബിക്കോസ് ഞാനും എല്ലാ ലാംഗ്വേജസിലും കുറേ കൈൻഡ്സ് ഓഫ് വെറൈറ്റി ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. കോമഡി എല്ലാ ജോണേഴ്സും ചെയ്തിട്ടുണ്ട്, യുനോ. ബട്ട് ദിസ് ഇസ് സംതിങ് മോർ ഇൻസ്പിറേഷണൽ എന്ന് പറയാൻ പറ്റും. സംതിങ് മോർ സ്ട്രോങ് വുമൻ ക്യാരക്ടർ വിത്ത് എ സോഷ്യൽ കോസ്. അങ്ങനെ ഇതുപോലത്തെ ക്യാരക്ടർ
അധികം ചെയ്തിട്ടില്ല. സോ ഐ വുഡ് സേ for this 40 years of experience, this would be a very beautiful character for me. And എനിക്ക് വളരെ സന്തോഷം ഈ സിനിമ ഈ ക്യാരക്ടർ ചെയ്തതിൽ. മലയാള സിനിമയിൽ തന്നെ ഒരു ഓരോ ജോഡി ഓരോ കപ്പിൾസ് ഉണ്ടാവും. നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കപ്പിൾസ് ഉണ്ട്, പ്രിയദർശൻ, അങ്ങനത്തെ ഒരു മുംബൈയിൽ വരുന്ന ഒരുപാട് കപ്പിൾസ് ഉണ്ട്. മാഡത്തിന്റെ ലാലേട്ടനായിട്ടുള്ള സിനിമകൾ വരുമ്പോൾ തന്നെ എപ്പോഴും മുന്തിരിവള്ളികൾ തകർക്കുമ്പോൾ ദൃശ്യം 1, 2, പിന്നെ ഇപ്പൊ ബ്രോഡാഡി, ആ ഒരു കപ്പിൾ കെമിസ്ട്രി ഉണ്ടല്ലോ എപ്പോഴും മലയാളികൾക്ക് യൂണീക്ക് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഒരേ ആളുമായിട്ട് തന്നെ ആക്ട് ചെയ്യുമ്പോൾ അത് ഡിഫറെന്റ് ആയിട്ട് അത് എത്രത്തോളം ലാലേട്ടനായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ് ഉണ്ട് ഒരേ തന്നെ ഒരാളുമായിട്ട് തന്നെ ഡിഫറെന്റ് ആയിട്ട് ചെയ്യുമ്പോൾ? Laletan is a legend, you know, he's a true legend, and എന്ത് ക്യാരക്ടർ കൊടുത്താലും he will like, it's like a cakewalk for him. സോ അങ്ങനത്തെ ഒരാളോട് നമ്മൾ ചെയ്യുമ്പോൾ, ഇൻഫാക്ട് ഫസ്റ്റ് വർണ്ണപാത്രം ചെയ്യുമ്പോൾ എനിക്ക് വളരെ, ബിക്കോസ് ഐ വാസ് ഡൂയിങ് മോർ ഓഫ് ഈ തെലുങ്ക് തമിഴ് സിനിമ ഒക്കെ ചെയ്തിട്ട് അപ്പോഴാണ് മലയാളത്തിൽ വന്നു. അവർ ആക്ട് ചെയ്യുമ്പോൾ ഇറ്റ് വാസ് സോ കൂൾ, വളരെ കാഷ്വലായിട്ട്. ഇത് എങ്ങനെ ഇവർ ആക്ടിങ് ഇങ്ങനെ വളരെ, ദിസ് ഇസ് നോട്ട് കോൾഡ് ആക്ടിങ് എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. But that natural way of acting and the way he convinces the audience with his performance, with his dialogues, with his expressions, oh my god, that's a padakka ഞാൻ അവരെ കണ്ട് പഠിച്ചതാണ്. And it was a true experience, learning experience. And ചിലപ്പോൾ എനിക്ക് അപ്പം മലയാളമൊക്കെ അത്ര, I was not too strong in മലയാളം. അപ്പോൾ എനിക്ക് അതിൻ്റെ മീനിങ് പറഞ്ഞു കൊടുത്ത് എങ്ങനെ പറയണം, എവിടെ പോസ് കൊടുത്താൽ നന്നായിട്ടുണ്ടാവും എന്നൊക്കെ ഹി യൂസ് ടു ഇംപ്രവൈസ്, സോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഹീസ് ഹെൽപ്പ് മീ അ ലോട്ട്. ആൻഡ് പിന്നെ ഈ കെമിസ്ട്രി എന്ന് പറയുന്നത് എനിക്ക് ഐ ഡോണ്ട് നോ വാട്ട് ടു സേ. ഇതിന് എന്താ ഉത്തരം പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഐ ഡോണ്ട് നോ, മേ ബി ബിക്കോസ് വി ആർ ഗുഡ് ഫ്രണ്ട്സ്, വി ബ്രിങ് ഔട്ട് ദാറ്റ് കെമിസ്ട്രി ഓൺ സ്ക്രീൻ. അങ്ങനെയും പറയാൻ പറ്റില്ല, ബിക്കോസ് ഐ എം ഫ്രണ്ട്സ് വിത്ത് എവ്രി വൺ. ഐ ഡോണ്ട് നോ വാട്ട് ടു സേ, എന്താ പറയുന്നത് മനസ്സിലാവുന്നില്ല. ബട്ട് എനിവേ ഐ എം സോ ഗ്ലാഡ് ദാറ്റ് ഓഡിയൻസിന് അത്ര ഒരു ഇമ്പാക്ട് കൊടുക്കുന്ന ഒരു നല്ല ഒരു കപ്പിളായിട്ട്, ഒരു ജോഡിയായിട്ട് ഞങ്ങൾ ഉള്ളതിൽ എനിക്ക് വളരെ സന്തോഷം. നമസ്കാരം സർ. മലയാളം ഒക്കെയാണോ? ആ പറഞ്ഞു. സാറിന് മിക്ക സിനിമകൾ നോക്കുകയാണെന്നല്ലേ, ഒന്നുകിൽ വില്ലനായിട്ടായിരിക്കും, അല്ലെങ്കിൽ ക്യാരക്ടർ ഹീറോ ആയിട്ട് വരുന്ന സിനിമകളും ഉണ്ട്, പക്ഷെ അത് കുറച്ചാണ്. പക്ഷെ മെയിൻ ആയിട്ട് വില്ലൻ അല്ലെങ്കിൽ ഒരു എന്താ പറയാ സ്ഥിരം കണ്ടുവരുന്ന ഒരു നെഗറ്റീവ് റോൾ, അങ്ങനെ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങളായിരിക്കും. ഇതില് മലയാളത്തിൽ 1-2 പടങ്ങൾ ചെയ്തത്. അപ്പോൾ നമ്മുടെ പൃഥ്വിരാജിനായിട്ടുള്ള പടത്തിലായി പോലും വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു അതിനകത്ത്. അപ്പോൾ മലയാളത്തിൽ ഓരോ കഥാപാത്രം, എന്റെ കഥാപാത്രം ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ചൂസിങ് ഉണ്ടോ? அப்படின்னு எதுவும் இல்லை சார். ஆக்சுவலி நெகட்டிவ்ன்றது நிறையா படங்கள் வந்து இந்த பாசிட்டிவ் பண்ணிக்கிட்டே இருப்போம். பட் தெர் இஸ் ஆல்சோ சம் கிக் இன் டூயிங் சம் ஷேட்ஸ் ஆஃப் கிரே. ஸோ அப்படி ஒரு படம் தான் மிருகா. இப்போது சமீப காலத்தில் நான் ஹீரோ வந்து ஆக்சுவலி ஐ டெல் யூ தி ட்ரூத் பிஹைண்ட் ஹீரோ. பிருத்விராஜ் அவர்கிட்ட நான் வந்து ஒரு ஃபேவர் கேட்டிருந்தேன். தெலுங்குல வந்து நான் உங்களை வந்து ஒரு படத்தில் இன்ட்ரடியூஸ் பண்ணோம், நீங்கள் அதில் வந்து நெகட்டிவ் பண்ணணும்னு கேட்கும்போது அவர் சொன்னார், ஐ வில் டூ இட் பட் நாட் ஜஸ்ட் ஃபார் மணி. ஒன் டே ஐ வில் ஆஸ்க் யூ ஃபார் அ ரிட்டன் அ ஃபேவர், யூ ஹேவ் டு ஃபுல்ஃபில் that. That's how hero came in. So he did that for me in Telugu, I did that for him in Malayalam. எனக்கு மலையாளம், I love Malayalam films. Many times there are many wonderful scripts which came to me. I don't like to do acting with prompting. I feel little, I'm not yet there, capable of handling prompting and doing it. So my way of working is totally different. So அதனால என்ன ஆயிடுது அப்படின்னா, I have to be comfortable first with the dialogues, then perform. I don't want to be dependent on someone else assisting me with dialogues. So அந்த கம்ஃபர்ட் வர வரைக்கும் நான் கொஞ்சம் டாட்ச் பண்ணிக்கிட்டே இருப்பேன் ஏதாச்சும் ஒரு படம் பண்ணணும்னு. But the truth behind accepting this particular film, I want to do a lot of positive also. I don't mind doing shades of grey. There's also a bad side of me. There's nothing wrong in it. I'm a big fan of Meena Madam. So the reason I've done this film is only because of her. I also wanted to be part of this 40 years of journey, and I'm glad I did that.
Just that I wanted to learn a lot. She never thought she's kept it for herself. So it's been such a pleasant journey here in this movie, and I want to do many more Malayalam films. Definitely I will. There were in between another film also which I did. That's the only film in which I have done sing song. I have done, I mean, on spot dialogues of Malayalam. So I put in an effort for it. Like that, I want to do it for another film. And fortunately, this year, by the way, I wanted to tell you, the same day we are having 3 releases: one in Malayalam, one in Tamil, one in Telugu. So promotions here, promotions there, promotions there. So with all your good wishes and blessings. With lots of love and respect. But the style of making എന്ന് പറയുമ്പോൾ മലയാളത്തിൽ വളരെ നല്ല ഡിഫറൻസ് ഉണ്ടാവും. The way എല്ലാം വളരെ there's nothing எப்படி சொல்றது மிகைப்படுத்தி அது கைண்ட் சொல்லுவாங்க இங்கிலீஷ்ல. You know, they don't natural way. It's more of a natural way of convincing, natural way of makeup, natural way of looking, natural way of portraying, natural way of planning. എല്ലാം വളരെ natural ആയിട്ടുണ്ടാവും when it comes to Malayalam. ഇവിടെ even dream songൽ കൂടി അത്ര you know it's very subtle. So അങ്ങനെ പറയുമ്പോൾ that's the only difference between Malayalam industry and all the other industries. തമിഴ് തെലുങ്ക് എല്ലാം കുറച്ച് you know you can find little bit here and there കുറച്ച് cinematic ആയിട്ട് കുറച്ച് അങ്ങനെ ഉണ്ടാവും. But Malayalam is like on the whole എല്ലാ you know every genre, every what do you say, everywhere it's like more, they give more importance to natural way of doing things. So that's the only difference. But I don't have any problem. Ellam industry എനിക്ക് ഒന്നാണ്. Everywhere I'm treated equally, nicely, very happily. മീന മാം ഇവിടെ കുറച്ച് മുന്നേ ശ്രീകാന്ത് സാർ പറഞ്ഞ പോലെ യു ഹാവ് എ ബ്യൂട്ടിഫുൾ വോയിസ് ആൻഡ് വി റിയലി മിസ് യുവർ വോയിസ് ഫ്രം മലയാളം ഫിലിംസ്. സോ ഈ സിനിമയിൽ അല്ലെങ്കിൽ തുടർന്നുള്ള സിനിമയിൽ ഓൺ വോയിസ് പ്രതീക്ഷിക്കാമോ? എനിക്കും അത് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് when it comes to dubbing മലയാളം എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല. എൻ്റെ മലയാളം അത്ര ശരിക്കും ഉണ്ടോയെന്ന് ഒരു സംശയമുണ്ട്. സോ ഐ എം നോട്ട് വെരി കോൺഫിഡൻറ്റ് when it comes to dubbing. നമ്മൾ ഷൂട്ടിംഗ് അപ്പോൾ ഡയലോഗൊക്കെ പറയുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. But dubbing is quite a difficult job. But yeah, maybe in future definitely I would like to try dubbing in Malayalam. ദൃശ്യം 3 ഞാനും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ജിതുവോട് ഞാനും പറഞ്ഞിട്ടുണ്ട്, ആന്റണിയോടും പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒരു നല്ല ഒരു സ്ക്രിപ്റ്റിന് വേണ്ടി, ഒരു നോട്ടിന് വേണ്ടി കാത്തിരിക്കുക. സോ എല്ലാവരും പോലെ ഐ എം ഓൾസോ വെയിറ്റിംഗ് ഫോർ ദൃശ്യം 3. ശരിക്കും അത് നല്ലതാണോ അതോ ആക്ടിങ് തന്നെ നോക്കുന്നതാണോ? Why? Nothing wrong in it. I think youngsters should be more responsible. Everybody should come into movies. Is there any written aspect that only people from this industry should come into politics? Anybody can come. People can come from film industry, elsewhere also. I think that's a very welcoming thing. But we should refrain when we are not politically capable of addressing anything. We should refrain. Our job is only to cast a responsible vote. So I will stick to that. വിജയ് സാർ പറഞ്ഞാണല്ലോ പൊളിറ്റിക്സിലോട് സിനിമ ലാസ്റ്റ് സിനിമ പൊളിറ്റിക്സിലോട്. அது தெரியாது சார். நம்மளுக்கு விஜய் சாருக்கு அவருடைய இந்த பயணத்துக்கு, அரசியல் பயணத்துக்கு எங்களுடைய வாழ்த்துக்கள் தெரிவித்துக்கிறேன். நண்பன் படத்தில் அவர் கூட சேர்ந்து ஒர்க் பண்ணியிருக்கோம், நண்பர்களாக இருந்திருக்கோம். அவருக்கு நம்மளோட வாழ்த்துக்கள் தெரிவிப்போம். அவர் என்ன ஆசைப்படுறாரோ அந்த ஆசையை நோக்கி போகட்டும், நிறைவேற்றட்டும். அவ்வளோதான் நான் சொல்வேன். No, it's the same actually. Since he is a good friend, അവരുടെ ആഗ്രഹം അതാണെങ്കിൽ അതിൽ നന്നായിട്ട് വരട്ടെ. I wish him all the best. പക്ഷേ നമ്മൾ അത്ര ആരാധിക്കുന്ന ആക്ടേഴ്സ് പെട്ടെന്ന് സ്ക്രീനിൽ നിന്ന് മായുമ്പോൾ ഉണ്ടാകുന്നൊരു പെയിൻ ഉണ്ടല്ലോ, ഒരു ഓഡിയൻസിന് അല്ല ഫാൻസിന്റെ ഒരു പെയിൻ. അതൊരു ഓഡിയൻസ് ആയിട്ട് എനിക്കും ആ ചെറിയ ഒരു ഡിസപ്പോയിൻമെന്റ് ഉണ്ട്. പക്ഷെ നോക്കാം, ദിസ് ഇസ് എനിത്തിങ് ക്യാൻ ഹാപ്പൻ എനി ടൈം. ലോട്ട് ഓഫ് ചേഞ്ചസ് കീപ്സ് ഹാപ്പനിങ്.
So life is full of surprises. Exactly. So life is full of surprises. So let's see. We'll wait and watch what's happening. And whatever he does, our wishes. All the best for him.